ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനൊരു മൂവി ഹെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, രണ്ട് മൂവി ഹെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് അൺബോക്സ് ചെയ്യുവാണ്. അതിന്റെ റിവ്യൂ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. ആദ്യം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബേസ് ബോർഡ് ഞങ്ങൾ ആദ്യം മാറ്റി. അപ്പം നമുക്കൊന്ന് നോക്കാം ഇതിന്റെ അകത്ത് എന്തൊക്കെയാ സാധനം വരുന്നതെന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ലൈറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ അത്യാവശ്യം നല്ല കനമാണ്, നല്ല കനമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. കൂടാതെ ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന ക്ലാമ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കേബിള്, ഇത് DMX കേബിള്, പിന്നെ അതുപോലെ തന്നെ പവർ കേബിളും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു കവറൊന്ന് മാറ്റാം. അപ്പം ഇതാണ് ഇതിന്റെ ടോട്ടൽ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. ഉണ്ടോ, താഴെ രണ്ട് ഹാൻഡിലുണ്ട്. നല്ല പ്രോപ്പർ ഹാൻഡിലിങ്ങിന് വേണ്ടി അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് രണ്ട് ഹാൻഡിൽ എടുത്തേക്കുന്നത്. അതുപോലെ രണ്ട് DMX ഇന്ന് ഒരെണ്ണം DMX ഔട്ടും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മെയിൻ പവർ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫ്യൂസ്, ഇതിന്റെ അകത്ത് ഓവറായിട്ട് വല്ലതും വോൾട്ടേജ് വല്ലതും വരുവാണെങ്കിൽ ഫ്യൂസ് പോകാൻ വേണ്ടിയാണ് ഈ ഫ്യൂസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പവർ കൊടുക്കുന്ന പവർ കേബിള് ഇതുപോലത്തേലാണ് വരയ്ക്കുന്നത് കേട്ടോ. സാധാരണ നമ്മുടെ 3 പിന്ന് പോലല്ല, ഇതിന് പ്രത്യേക തരത്തിലുള്ള പവർ സോക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ നമുക്ക് ബാക്ക് സൈഡ് കാണാം. ഇവിടാണ് നമ്മുടെ ഈ ചെറിയ മോണിറ്റർ വന്നിരിക്കുന്നത്. ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് കാണാൻ പറ്റും. ഇതാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന ചെറിയ ഒരു കൺട്രോളർ. ഞാൻ ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പവർ കേബിൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന് ലോക്ക് ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോഴൊക്കെ ഇതിന് ഷെയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവർ രണ്ട് ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു ലോക്ക്, അതുപോലെ ഇവിടെ ഈ ബോട്ടത് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ആദ്യമേ ഒന്ന് അൺലോക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അൺലോക്ക് ചെയ്യുവാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ആവും കേട്ടോ. അപ്പൊ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലോക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെ പോകത്തില്ല, സ്റ്റിഫായിട്ടായിരിക്കും. നമ്മൾ ഇനി അൺലോക്ക് ചെയ്യണം കേട്ടോ. ഉണ്ടോ, ഇത് ഇങ്ങനെ താഴോട്ട് വെക്കുമ്പോൾ ഇത് അൺലോക്കായി. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇനി ഇതിന് ശേഷം നമ്മൾ പവർ കേബിൾ കൊടുക്കുക. പവർ കേബിള് ഇതുപോലെ ഞാൻ കുറച്ച് പറഞ്ഞില്ലേ, നമ്മുടെ ഈ പവർ കൂടുതൽ വേണ്ട പിന്നെ ഇതുപോലത്തെ ഡിവൈസിനൊക്കെ ഇങ്ങനത്തെ ടൈപ്പിലായിരിക്കും വരുന്നത് പവർ കേബിൾ വരുന്നത്. അതാകുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് ഊരിപ്പോകത്തില്ല. അതിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു പവർ കേബിൾ കൊടുത്തു. നമ്മളൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാൻ പോണേ. ഇതാണ് പവർ ഓൺ കേട്ടോ. പവർ ഓൺ ആൻഡ് ഓൺ ചെയ്യാണ്. പവർ ഓൺ ആയി. ഇവിടെ ലൈറ്റ് കാണാൻ പറ്റില്ല അല്ലേ. ഇനി ഒരു കുറച്ച് സമയം എടുക്കുന്നതാണ് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇതൊന്ന് ഓണായി വരാന് നമുക്ക് ചെറിയൊരു വലിയ നോയ്സ് അല്ല, ചെറിയൊരു നോയ്സ് ഉണ്ട്. അത് ആക്ച്വലി ഇങ്ങനെയുള്ള മൂവി ഹെഡിന് അങ്ങനെ നോയ്സ് വരും. കുറെ മോട്ടറുകൾ വർക്ക് ചെയ്യുന്നല്ലോ, അതിന്റെ നോയ്സ് ആയിരിക്കും. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഇതുണ്ട്. ഇതിന്റെ കമ്പനിയുടെ പേര് ഇവിടെ കാണുന്നുണ്ട്, ഭീമെന്ന്. ഇതാണ് ഇതിന്റെ ചെറിയ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ നോർമൽ പൊസിഷൻ. ആ പൊസിഷനിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേ ഓൺ ചെയ്യാം. ഓൾറെഡി ഓൺ ആണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രസ് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഡിസ്പ്ലേക്കകത്ത് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. സെറ്റപ്പ്, റൺ മോഡ്, മാനുവൽ, ഡിസ്പ്ലേ, ഫാക്ടറി, പിന്നെ റിട്ടേൺ, അങ്ങനെ 6 സെറ്റിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് കേട്ടോ. 6 കുറച്ച് ബാക്കിയുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്ലുക്കും ഇതിൻ്റെ ഉള്ള അൺബോക്സിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് എനിക്ക് തോന്നുന്നത് 10-20 കിലോ കാണുമെന്ന് തോന്നുന്നു. 15 to 20 kg വരെ ഇതിന് വെയിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആ ഒരു ലാമ്പ് ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ്. ഇതിന്റെ ബീം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ ഒരു സെറ്റപ്പിന്റെ അകത്ത് പോയിട്ട് 1 2 3 മൂന്നാമത്തെ മാനുവൽ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുക.
അതിനുശേഷം ദി ലാം കൺട്രോൾ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ വരിക, പ്രസ് ചെയ്യുക, അതിനുശേഷം ഓൺ ചെയ്യുക, പ്രസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കുറച്ച് പേര് DMH 001, അതായത് DMH അഡ്രസ്സിലായത് കൊണ്ടാണ് കുറച്ച് പേര് വർക്ക് ചെയ്യാഞ്ഞത്. അതിന് പകരം നമ്മളിപ്പോ സൗണ്ട് മോഡിൽ ഇട്ടേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ബീം വരുന്നത്. ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിക്കാം. അടുത്ത മെയിൻ ലൈറ്റ്. ഇതെനിക്കറിയത്തില്ല, നിങ്ങള് ഇതിന്റെ അത് വീഡിയോക്കകത്ത് കാണുമ്പോൾ ചിലപ്പോൾ അത്ര വലിയ ഒരു സെറ്റപ്പ് തോന്നത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല വലിയ ബീം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല പവർഫുള്ളും ആണ്. ഇത് നമ്മളിനി വലിയ ഒരു വെന്യൂവിൽ ഏതെങ്കിലും കൊണ്ടുവെക്കുമ്പോൾ മാത്രം ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു എന്നാ സ്ഥിതി അറിയത്തുള്ളൂ കേട്ടോ. ഇതിപ്പോ നമ്മൾ വീട്ടിൽ വെച്ച് വെക്കുവാണ്, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഷാർപ്പായിട്ടുള്ള ബീമാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള റിവ്യൂസും കാര്യങ്ങളും ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.